കൊച്ചി കോർപ്പറേഷൻ 28ാം ഡിവിഷനിൽ പ്രവർത്തനമാരംഭിച്ച ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ ആയുഷ് ആരോഗ്യ മന്ത്രിന്റെ ഉദ്ഘാടനം കോർപ്പറേഷൻ ഹെൽത്ത് കമ്മിറ്റി ചെയർപേഴ്സൺ ടി.കെ. അഷ്റഫ് നിർവഹിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ആയുർമന്ദിർ പ്രവർത്തനമാരംഭിച്ചത്. കൊച്ചി കോർപ്പറേഷൻ 28ാം ഡിവിഷനിൽ വെളി മുല്ലവളപ്പ് പ്രദേശത്ത് നിർമ്മിച്ച ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ ആയുഷ് ആരോഗ്യ മന്ദിറിന്റെ പ്രവർത്തനം കോർപ്പറേഷൻ ഹെൽത്ത് കമ്മിറ്റി ചെയർപേഴ്സൺ ടി.കെ. അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ഔപചാരികമായി ഉദ്ഘാടനം കഴിഞ്ഞു. ഒരു സ്ഥലത്ത് ഓഫീസെത്തിയിട്ടില്ല. ബാക്കി 4 ഫംഗ്ഷനാണ്. 6ാമത്തെ ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്റർ അവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്. മൊത്തം നഗരത്തിൽ 38 ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററും 12 PSCയും 1 അർബൻ പ്രൈമറി ഹെൽത്ത് സെൻ്ററും അതോടൊപ്പം തന്നെ 5 ഹോസ്പിറ്റലും ഏതാണ്ട് 11 ഡിവിഷനിലോ മുഴുവൻ ഡിവിഷനുകളിലും പ്രഥമ ശുശ്രൂഷ സംവിധാനം നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കും. 8ാം ഡിവിഷൻ കൗൺസിലർ രഘുറാം ജി പൈ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ടാക്സ് ആൻഡ് അപ്പീൽ കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ പ്രശാന്ത് സ്വാഗതം ആശംസിച്ചു. NUHM കോർഡിനേറ്റർ സൗമ്യ പദ്ധതി വിശദീകരണം നടത്തി. ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത് ഇതിന്റെ OP സമയം എന്ന് പറയുന്നത് ഉച്ച കഴിഞ്ഞ് 1 മണി മുതൽ 7 മണി വരെയാണ്. അതായത് ജോലിക്ക് പോകുന്ന ആൾക്കാർ അവർ ജോലി കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങിച്ചു പോവുക. അവരുടെ പൂർണ്ണമായും സൗജന്യമായ രീതിയിലായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ചെലവുകളൊന്നുമില്ല. എന്നാൽ രോഗമുള്ള ഒരാൾക്ക് തങ്ങളുടെ കൂലി നഷ്ടപ്പെടാണ്ട് തന്നെ ചികിത്സ കിട്ടുകയും ചെയ്യും. സക്കറിയ ഫെർണാണ്ടസ്, ജാനീഷ് കുമാർ, ഡോക്ടർ അന്ന മരിയ ജോസഫ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. രാജ്യത്തുടനീളം കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന ആയുഷ്മാൻ ആരോഗ്യ മന്ത്രികളിൽ ഒരെണ്ണമാണ് ഡിവിഷനിൽ ലഭ്യമായിട്ടുള്ളത്. ഇവിടെ ആവശ്യാരോഗ്യ സേവനങ്ങളും മരുന്നുകളും ഡയഗ്നോസ്റ്റിക്സും ലഭ്യമാകും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മിഴിവുള്ള സ്ഫടിക തുല്യമായ കാഴ്ചകൾക്ക് അയ്യാൻ ലെൻസ് തോപ്പുംപടി. കൃത്യതയോടെയും ഗ്യാരണ്ടിയോടും കൂടിയ നേത്ര പരിശോധന. നേത്ര സംരക്ഷണ രംഗത്തെ 3 പതിറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. അയ്യാൻ ലെൻസ്, കണ്ണുകൾക്ക് തുണയായി എന്നും നിങ്ങളോടൊപ്പം.